ഞാൻ ഓവറാകുന്നുണ്ടോ? ഉണ്ടല്ലേ, സോറിടാ. സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ മനുഷ്യൻ. അത് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻറ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഊണ് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും കളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ഇത്രയും തള്ളിയാ പോരെ ഉപേനി. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജ് പേടിയായിരുന്നു എന്നെ പേടി മാറ്റി തന്നത് റാഹിൽ മഗൻ കോര എന്ന മൂവിയാണ്. ഉപേനിയുടെ ഫസ്റ്റ് പടമായ റാഹിൽ മഗൻ കോരയിൽ റാഹിൽ അമ്മയായിട്ട് അഭിനയിച്ചു. ആദ്യമായിട്ടാണ് എൻ്റെ പേരിൽ ഞാൻ അഭിനയിക്കുന്ന എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഒരുപാട് എന്താണ് നമ്മുടെ പടത്തിന് നമ്മൾ എന്താണ് പറയുക? വാ ബിബി, വാ വാടാ, അല്ലെങ്കിൽ അടുത്ത പരാതി പറയാനാ എന്നും വിളിച്ച് എന്നെ വഴക്കുണ്ടാക്കുന്ന ധ്യാനൂട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് റാഹേലമ്മയുടെ കോര. എന്നെ സിനിമയിൽ കിട്ടിയോളാണ്ട മാലാഹ, എന്നെ സിനിമയിൽ നിന്നും ഒരു നല്ലൊരു ഇങ്ങനെയാ അഭിനന്ദനം കിട്ടിയത് ബിബിനാണ്. ഫസ്റ്റ് കിട്ടിയോളാണ്ട മാലാഹ കണ്ടിട്ട് ആദ്യമായിട്ട് എനിക്ക് വരുന്നൊരു കോള്, എൻ്റെ അഭിനയം നല്ലതാണ്, എൻ്റെ വീട്ടിലെ ചേച്ചിയെപ്പോലെ അയലോക്കത്തെ ചേച്ചിയെപ്പോലെ കുഞ്ഞ് കുറേ കൂട്ടുകാർ കൂടി വിളിച്ച്. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ ഒരു അംഗീകാരം എൻ്റെ കഴിവിന്. അത് തന്നത് എൻ്റെ ബിബിനാണ്, സുനോപ്പാട് അല്ലേ. അപ്പം ഇനിയുമുണ്ട് ഒരുപാട് മക്കൾ, ഒരുപാട് അമ്മ വേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമയിൽ നിന്ന് ഒരുപാട് മക്കളുണ്ട്. അപ്പം ബിബിൻ പ്രോട്ടോകോൾ പ്രകാരം കറക്റ്റാണ്, അതൊന്നുമില്ലല്ലേ? ഓക്കെ, എന്തായാലും വിനയൻ സാർ ഉള്ളപ്പോൾ തന്നെ പറഞ്ഞേക്കാം. ഈ പുറകിൽ സംസാരിക്കണവർക്ക് ഞങ്ങളുടെ ഈ ഫംഗ്ഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ടാവോ? എനിക്ക് മനസ്സിലായി, കാരണം കുറെ പേർക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് ചെറിയ കാര്യത്തിൽ സംസാരിക്കുന്നത്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്കുക, നമ്മളിവിടെ വന്നത് ഈ പരിപാടി അറ്റൻഡ് ചെയ്യാനാണല്ലോ, അതിന്റെ പേരിൽ നല്ലൊരു കയ്യടി പുറകിൽ നിന്ന് തന്നെ ആദ്യം. അതെ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ അവിടെ ഇരിപ്പുണ്ട്, കൈവക്കി അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ഭാര്യ മോളും ഉണ്ട്. അത് എടുത്ത് പറഞ്ഞു, മൈക്കിൽ കൂടി പറഞ്ഞു, എന്തിനാണ് ഭയം? ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ്. വിനയൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗം പ്രസംഗിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചതിന്. വേറൊന്നുമല്ല, കുഞ്ഞുനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ വിനയൻ സാറോട് നേരിട്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഓരോ സിനിമകൾ കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ, പല രീതിയിൽ, പല വാക്കിൽ, പല സാഹചര്യങ്ങളിൽ. അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിനയൻ സാറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ വിനയൻ സാറുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. അതിനു മുമ്പ് കൈയടിക്കരുത്, നല്ല കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാറ്. കാരണം എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിലും ഒരു ചെറിയ വേഷമെങ്കിലും തരുമെന്ന്. കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദർഷിക്ക വഴിയും ഷാഫി സാറ് വഴിയും റാഫി സാറ് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനായി അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ചോദിക്കലുണ്ട്.
അപ്പോൾ അദ്ദേഹം എനിക്ക് 19-ാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ്. പക്ഷെ എനിക്കന്ന് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കന്ന് പറ്റിയില്ല. ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത്, അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന കഥാപാത്രം അല്ലേ, കറക്റ്റ്. അപ്പോൾ വീണ്ടും അതിലേക്ക് വരുമ്പോൾ സാർ ഇനി അടുത്തത് അത്ഭുത ദീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു. ആ വിഷമം നമുക്ക് ഇങ്ങോട്ട് തീർത്തേക്കാം സാറേ. ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തുറത്ത് വെച്ചിട്ട് പുതച്ച് ഉറപ്പിച്ചു കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറേ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു സിനിമയാണ്, അതൊക്കെ എന്താ പറയുക ചക്ക വീണ് മുയിൽ ചാവുന്ന പോലെ സംഭവിക്കും, പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്നെയും വിഷ്ണുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ, അന്ന് ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പൊ എൻ്റെ 10ാമത്തെ സിനിമയാണ് നായകനാണ്. അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത് ഞാൻ എൻ്റെ ഫ്രം മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക. പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിൻ്റെ പേരാണ്. എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ആ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത്, അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത്. അതിന് കൂടെ നിന്ന അനുക്കുട്ടനും ഉപേരിച്ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. ഇനി ഈ പടത്തിൽ തന്നെ മറ്റൊരു നായകനായിട്ടുള്ള ആൻസൺ പോളിന് മൈക്ക് കൈമാറുന്നതാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു വിനയൻ സാർ. വിനയൻ സാറിനെ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട് നേരിട്ട് കാണണം, വർക്ക് ചെയ്യണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ ഒരു വേദിയിൽ അത് സംഭവിച്ച ഒരുപാട് നന്ദിയായിട്ട് പറയുന്നു. ഞാൻ റാഹേൽ മകൻ കോര എന്ന് പറയുന്ന സിനിമ ഉപേനയുടെ കൂടെ, ഉപേനയെ എനിക്ക് ഗാംബ്ലർ തുടങ്ങി അറിയാവുന്നതാണ്, എൻ്റെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ റാഹേൽ മകൻ കോര വന്നു. എനിക്ക് ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടർ, എന്നെ അങ്ങനെ ആരും കാണാത്തൊരു ക്യാരക്ടറിലോട്ട് എന്നെ കൊണ്ടു നിർത്തി. സോ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ തിരിച്ചും ജോയിൻ ചെയ്തു. അപ്പോൾ ഉപേനി ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഷീല ചേച്ചിയാണെങ്കിലും ബിബിനാണെങ്കിലും ബിബിനൊക്കെ ആയിട്ട് ഭയങ്കര ചങ്ക് പോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സെന്തിലും അതെ, അത് പിന്നെ പറയും. അപ്പോൾ തിരിച്ചും അതേ ആൾക്കാരുടെ കൂടെ തിരിച്ചും ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ റാഹേലമ്മ താങ്ക് യു ഫോർ കമ്മിങ്. പിന്നെ ഈ സിനിമയിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? എന്റെ അമ്മയാണോ അല്ലേ തല്ലി തീർക്കുന്നില്ല. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ഇവിടെ അല്ലേ? അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു തിരിച്ചേട്ടാ. താങ്ക് യു സുധീരേട്ടാ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മീൻ സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉപേനി ഡയറക്റ്റ് ചെയ്യുന്ന, രാഹുൽ കല്യാൺ തിരക്കഥ ഒരുക്കുന്ന ശുക്രൻ എന്ന ചിത്രം ശുക്രനായി തന്നെ തീരട്ടെ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്കും ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മീഡിയാസ്, ബാക്കി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും ഹൃദയത്തിൻ്റെ ഭാഷയിൽ. താങ്ക് യു. എല്ലാവർക്കും നല്ല ഒരു ദിനം നേരുന്നു. മീഡിയ പ്രവർത്തകർക്കും വിശിഷ്ട വ്യക്തിയായിട്ട് ഇവിടെ ഉള്ള ഏറ്റവും പ്രിയങ്കരനായ വിനയൻ സാറിനും ബാക്കി എല്ലാ സുഹൃത്തുക്കൾക്കും മീഡിയ പ്രവർത്തകർ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ഉപേനി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ അദ്ദേഹം അസോസിയേറ്റായിട്ടിരുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ എൻ്റെ പണി എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷർട്ട് എടുത്ത് തേക്കുക, പാൻ്റ് എടുത്ത് തേക്കുക, ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക, ഉച്ചയ്ക്ക്
വീട്ടിൽ പോയി ഊണ് കഴിക്കുക, വൈകുന്നേരം വേറെ സിനിമയുടെ പൂജയ്ക്ക് വരിക. ആ സിനിമയിൽ അഭിനയിക്കാനൊന്നും കളിക്കുന്നില്ല, ഇങ്ങനെ പൂജയ്ക്ക് പോവുക, കാശ് കൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജയ്ക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് എൻ്റെ പരിപാടി. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനെയൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്നെ ഇല്ലാണ്ട് സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഉബൈൻ. ഇല്ല ഞാൻ പറഞ്ഞേക്ക്, ഉബൈൻ ഇവിടെ ഇങ്ങനെ എന്നിട്ടാണ് പ്രസംഗിച്ചത്. ഉബൈനിക്ക് നിക്കക്കളില്ല. അപ്പോൾ ഉബൈന് നല്ല സംവിധായകനാകും, നല്ല സിനിമ ചെയ്യും എന്നൊക്കെ എനിക്ക് ഉബൈനയുടെ ഉത്സാഹം കണ്ടപ്പോൾ പണ്ട് കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ്. എന്തെങ്കിലും സിനിമയിൽ വരും, സിനിമയോടുള്ള പാഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ്. ഉബൈനയുടെ ഈ സിനിമയ്ക്കും ഉബൈനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ടെക്നീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സിനിമയുടെ രക്തബന്ധുക്കളെ, ഇന്ന് ഉബൈനിയുടെ ദിവസമാണ്. നമ്മൾ വേറൊന്നും തള്ളിയിട്ട് കാര്യമില്ല. ഉബൈനിയെ ഞാൻ ആദ്യം കാണുന്നത് വിനയൻ സാറിൻ്റെ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ, 19-ാമത്തെ നൂറ്റാണ്ടാണ്. അന്ന് മാർമറക്കൽ സമരമൊക്കെ നടക്കുകയാണ്. വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഭടന്മാരെങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്ത് വെക്കും, ചിലർ മാസ്ക് വെക്കും. പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടിലുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. ചിലർക്ക് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബൈനി. അന്ന് ഞാൻ ഉബൈനിയെ ശ്രദ്ധിച്ചതാണ്. പട്ടിപ്പണി എടുക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖസൗകര്യം ഉണ്ടായിരിക്കും, പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബൈനിയെ ഞാൻ അവിടെ കാണുന്നു. അതിനുശേഷം ഞാൻ കാണുന്നത് ഷീലു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത ബാഡ് ബോയ്സ്. അതിലെനിക്ക് വലിയ സ്പേസ് ആണ് തന്നത്. അതിലും ഉബൈനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട്, അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് ആയിട്ട് എന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ, ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ, എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. ഇത്രയും തള്ളിയാ പോരെ ഉബൈനി? ഇന്ന് ഉബൈനി പുണ്യാളനാവുന്ന ദിവസമാണ്. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് കിട്ടൂല. അപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഈ ക്ലാപ്പ് എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എന്നെ വിളിക്കുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലിയ ആൾക്കാർ, കാരണം നമ്മൾ മുൻനിരയിലാണ് ഇരിക്കുന്നതെങ്കിലും രാജീവ് ആലുങ്കലിനെ പോലത്തെ എഴുത്തുകാർ, വർമ്മ സാറിനെ പോലുള്ള എഴുത്തുകാർ, അവരൊക്കെ വേദിയിലിരുത്തേണ്ടതാണ്. പക്ഷേ നമുക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോൾ അവിടെ ഇരുന്നു പോകും. പിന്നെ എല്ലാവരും വിളിച്ച് മുന്നിലിരുത്തിയാൽ ഞാൻ ഏറ്റവും ബാക്കിൽ പോയി ഇരിക്കേണ്ടി വരും. പക്ഷെ അതുകൊണ്ട് ഒരു ബഹുമാനക്കുറവും കൊണ്ടല്ല, നമുക്ക് കിട്ടുന്ന സ്ഥലം അവിടെ വന്നിരുന്നെന്നുള്ളൂ. ഒരുപാട് പ്രഗത്ഭരാണ് ഇവിടെ ഉള്ളത്. എല്ലാം കഴിവുള്ള ആൾക്കാരാണ്. ആരെയും കുറച്ചായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും നന്മ വരട്ടെ. ശുക്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് നല്ല സമയം എന്നുള്ളത്, അറബിയിൽ പറയുമ്പോൾ താങ്ക്സ് എന്ന് പറയും. അപ്പൊ രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള വേർഡാണ്. ഇത്രയും പേര് കണ്ടാൽ മതി ഈ സിനിമ വിജയിക്കാൻ. പല തിയേറ്ററുകളിൽ ഇത്രയും പേര് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്രയും പേരുടെ സാന്നിധ്യം, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യം, നിങ്ങളുടെ ബന്ധുക്കളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നല്ലത് വരട്ടെ എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പം ആദ്യം ഡ്രാക്കുള എന്നാണ് പേര് പറയുന്നത്. ഡ്രാക്കുള സുധീർ എന്നാണ് വിളിക്കുന്നത്. ഇന്നെന്തോ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് വിനയ സാർ ഇരിക്കുന്നതുകൊണ്ട് ആയിരിക്കാം. എന്നെ മലയാള സിനിമയിലെ ഡ്രാക്കുള ആക്കിയ ആളാണ് വിനയ സാർ. കാരണം ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞിരുന്നു, എടാ നിന്നെ ഒരിക്കൽ ഡ്രാക്കുള സുധീർ എന്നറിയപ്പെടുമ്പോൾ ഞാൻ പോ സാറേ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് സാറിൻ്റെ വാക്കുകൾ ഒന്നായി. ഇന്ന് എല്ലാവരും എന്നെ എല്ലാ പോസ്റ്ററിലും എല്ലാം വരുന്നത് ഡ്രാക്കുള സുധീറിനെ അടിച്ചു വരുന്നത്.
ഏതായാലും ഇത്തിരി സന്തോഷം സാർ. സാറിന് മുമ്പിൽ സംസാരിക്കാൻ തന്നെ വലിയ പേടിയാണ്. ഏതായാലും ഒത്തിരി ഒത്തിരി സന്തോഷം. ഇവിടെ ഒബേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടപ്പിലും ശ്വാസത്തിലും ഒക്കെ സിനിമയാണ്. സാറ് പറഞ്ഞ പോലെ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന കഴിഞ്ഞ സിനിമയിൽ ബാഡ് ബോയ്സിൽ സത്യം പറഞ്ഞാൽ ഒബേനി എടുക്കുന്ന സ്ട്രെയിൻ കാണുമ്പോൾ ഒരിക്കലും ഒമർ ഭായിക്ക് ഇത്ര സ്ട്രെയിൻ ഇല്ല. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ബാഡ് ബോയ്സിൽ കഷ്ടപ്പെട്ടത്. എത്ര ദിവസം ഉറക്കവും ഒന്നും ഇല്ലാതെ അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ. ശുക്രൻ അദ്ദേഹത്തിൻ്റെ ലൈഫിലും ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇതിനു വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന എന്താ പറയുക രാഘവനും എല്ലാവരും ഒത്തിരി സന്തോഷം. ഈ സിനിമ തരട്ടെ, വൻ വിജയമായ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് പുതിയൊരു സിനിമയുടെ അനൗൺസ്മെന്റ്. പിന്നെ ബിബിൻ നമ്മുടെ ചങ്ക് എല്ലാം ഉണ്ട് അടുത്ത സിനിമയിൽ. വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പം വിനയൻ സാറിന്റെ മുന്നിൽ നിന്ന് സിനിമ റിലീസായതിനു ശേഷം ഒരു വേദി കിട്ടുന്ന ഇപ്പോഴാണ്. ഇതുപോലൊരു മോനെ തന്നതിന് താങ്ക്സ് കേട്ടോ. ഡയറക്ടറായിട്ട് ആനന്ദിവാല നല്ല പണി ഇടിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട്. അത് ഇപ്പൊ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫുൾ ഈ ടീമിന്, ക്രൂവിന് ഓൾ ദി ബെസ്റ്റ്. വലിയ ഹിറ്റാണ് ബിബിനെ. അടുത്ത പടം നമ്മൾ ഒന്നിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. നമസ്കാരം. ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. കുറച്ച് പരിപാടികൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്ക്. വിശിഷ്ടാതിഥികളെ എത്തിയിരിക്കുന്ന എല്ലാ പ്രമുഖരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്തായാലും കൂടുതൽ നീട്ടി കൊണ്ടുപോകുന്നില്ല. നീൽ സിനിമാസിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അതിനു മുൻപായിട്ട് ഞാൻ എൻ്റെ ജേണി തുടങ്ങിയത് ഒരു വൺ ലൈനിൽ ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞ് നിർത്താം. ഞാൻ ഒരു 2000 സിനിമയിലേക്ക് വരാൻ വേണ്ടി ഒരു 10ാം ക്ലാസ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു 2010 വരെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പോയി ചാൻസ് ചോദിക്കും. അവിടെ കയ്യക്ഷരം നല്ലതുള്ളതുകൊണ്ട് കോപ്പി എഴുതാൻ വേണ്ടി നിർത്തും. അപ്പോൾ അവിടുന്ന് ലൊക്കേഷനിലേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഈ കയ്യക്ഷരം നല്ലതുള്ളതുകൊണ്ട് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ വേണ്ടി ആളെ കിട്ടില്ല. ഇന്നാണ് 2010 ശേഷമാണ് DTP ഒക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, സിനിമ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അമ്പലപ്പുഴ വഴി പോകുമ്പോൾ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ദിനേശൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോഴത്തേക്ക് ഞാൻ വേറെ സിനിമകളിലേക്ക് വർക്ക് ചെയ്ത് തുടങ്ങി. പുള്ളിയോടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ സിനിമ ആഗ്രഹിച്ച് വരുന്നത്. പക്ഷെ സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ സമയത്തൊക്കെ കോപ്പി എടുത്ത് നിൽക്കുകയായിരുന്നു. ഒരു സ്കൂളിൽ പഠിക്കുന്ന +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അമ്പലപ്പുഴ വഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ ഞാനത് വിനയൻ സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അമ്പലപ്പുഴ വഴി പോകുമ്പോൾ സാറിൻ്റെ വീടിൻ്റെ വാതിക്ക് ഒരു ബെൻസ് വൈറ്റ് കാറ് കാണും. ഞാൻ വിനയൻ സാറിൻ്റെ പെങ്ങളുടെ വീടാണ്. അപ്പോൾ എനിക്ക് പിന്നെ അറിയാവുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് വിനയൻ സാറാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇൻഡിപെൻഡൻസും അങ്ങനെയുള്ള സിനിമയൊക്കെ B ക്ലാസ് തിയേറ്ററിൽ വരുമ്പോഴത്തേക്കുമാണ് കാണാൻ പോയിക്കൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ആലപ്പുഴ ഒരു പോകണമെങ്കിൽ ഇച്ചിരി ചിലവാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഒരു തവണ സാർ അവിടെ സാറിനെ കണ്ടിട്ട് ഞാൻ കൈപോക്കി കാണിച്ചു, സാർ തിരിച്ചും കൈപോക്കി കാണിച്ചു. എനിക്ക് അതിൽ വന്ന ഒരു വലിയൊരു സന്തോഷം. അന്ന് സിനിമയിൽ എന്തെങ്കിലും എത്താൻ സാധിക്കും, ഞാൻ സിനിമയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനുശേഷം 2010 ആയപ്പോഴത്തേക്കും ആദ്യമായിട്ട് എന്നെ കൈപിടിച്ച് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന ലിയോ തദേവുസ് സാറാണ്. അദ്ദേഹം ഇന്ന് ഗോവയിലാണ്, അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയിട്ടില്ല സാറിന്. അപ്പം എന്നെ സിനിമ
എന്ന് പറയുന്ന ആദ്യമായിട്ട് ക്ലാപ്പ് വെച്ച് തന്ന് എനിക്ക് കൃത്യമായിട്ട് ലെൻസിന്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം നജീം കോയ ഇക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി, നജീം കോയക്ക് എത്തിയൊന്നും അറിയില്ല, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തു. പിന്നെ ഒമർ സാറിനോട് വർക്ക് ചെയ്തു. അതിനുശേഷം ബിനു സാറിനോട് വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നതിന് ശേഷം എനിക്ക് കഴിഞ്ഞ സിനിമയിൽ ഒരു അവസരം കിട്ടി. ആദ്യമായി ഡയറക്റ്റ് ചെയ്യാൻ ജോമോൻ എന്ന പയ്യനാണ് എനിക്ക് ആദ്യമായ സ്ക്രിപ്റ്റ് എത്തിക്കുന്നത്. ബേബി എടുത്തു എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ ഒരു സിനിമ ആഗ്രഹിച്ചിട്ട് സിനിമയിൽ നിന്ന് മാറിയൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ആ മനുഷ്യന്റെ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ നേരെ ജോമോന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ സിനിമ ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ചങ്ക്, എൻ്റെ അളിയൻ ആൻസനെ വിളിക്കുന്നു. അപ്പൊ അളിയൻ ചെയ്യാന്ന് പറയുന്നു. സ്മിനി ചേച്ചി വിളിക്കുന്നു, സ്മിനി ചേച്ചി ചെയ്യാന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ആ സമയത്തേക്ക് ഷായി സാറ് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ ആ സിനിമ സംഭവിച്ചു. അതിനുശേഷം കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് നല്ല രീതിയിൽ ഇങ്ങനെ പോയി എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നീട് ഞാൻ അബ മൂവീസിൽ വർക്ക് ചെയ്തു, ഉമർ സാറിൻ്റെ കൂടെ, ഷീലു മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തു, എബ്രാഹിം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ആ ടീമിൽ ഒരു നല്ലൊരു വൈബില്, കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ച് സിനിമയാണ് എനിക്ക് വലുത്. അവിടുന്ന് ഞാൻ അവിടെ അസോസിയേറ്റ് ആവുകയോ അല്ലെങ്കിൽ ഡയറക്ടർ ആവുകയോ എന്നതിലുപരി എപ്പോഴും എനിക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കണം. ഇച്ചിരി വലിച്ചു നീട്ടുന്നൊന്നുമല്ല ബിബി എനിക്ക് ഇടയ്ക്ക് ഉപദേശം തരാറുണ്ട്. ഉപേൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ഞാനത് മാക്സിമം ഒന്ന് ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം പറഞ്ഞ് തീരുമ്പോഴത്തേക്ക് ചിലപ്പം ഈ വൺ ലൈൻ ചിലപ്പോൾ ഒരു തിരക്കരായി മാറുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പം നിർത്താം. അപ്പം അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നീൽ സിനിമാസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നിലേക്ക് എത്തുകയാണ്. നീൽ സിനിമാസ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ കമ്പനി എന്നിലേക്ക് എത്തുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു. ആദ്യമായി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ ഇനി സ്ക്രിപ്റ്റ് കേൾക്കാൻ പറഞ്ഞു. ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് കേട്ടു. അതിനുശേഷം അതിനകത്ത് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം വീണ്ടും മൂവ് ചെയ്യുന്നു. പിന്നീട് അതിന്റെ ഒരു ബേസ് ഞാൻ നിങ്ങളോട് എല്ലാവരും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഒരു സിനിമയില് ഇങ്ങനെയും സിനിമ ചെയ്യാം എന്ന ഒരു ആശയം നീൽ സിനിമാസ് ഇന്ന് മലയാള സിനിമയ്ക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ചേർന്നിട്ടാണ് ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ ടോട്ടൽ ഫണ്ട് കൃത്യമായിട്ട് എത്ര പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ പരസ്പരം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ ദിവസങ്ങളിലേക്ക് ഫണ്ട് എക്സ്പെൻസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ കോസ്റ്റ് 5 രൂപ മുടക്കുന്നതിന് 5 രൂപയുടെ കണക്ക് മാത്രമല്ല, അവന് പടത്തിന്റെ ഫുൾ കോസ്റ്റ് ഇപ്പം 3 കോടി എന്നുള്ള രീതിയിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാവരും അറിയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എഗ്രിമെന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന രീതിയിൽ ഒരു പരസ്പര വിശ്വാസം ഉണ്ടാവുന്നത് എഗ്രിമെന്റിലൂടെയാണ്. അല്ലാതെ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇവർ ചില കഥകൾ പറയും ഈ നീൽ സിനിമാസിലുള്ള ആളുകൾ. ആ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെയും സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. കാര്യം ഫണ്ട് ഇറക്കുന്നു, എങ്ങോട്ടോ പോകുന്നു, പിന്നെ വേറെ വഴിക്ക് പോകുന്നു, അങ്ങനെ ഒരു സംഭവം. ഇത് അനുക്കുട്ടൻ എന്ന് പറയുന്ന പ്രൊജക്ട് ഡിസൈനർ നീൽ സിനിമാസ് ഉണ്ടാക്കിയത് അനുക്കുട്ടൻ എന്ന പ്രൊജക്ട് ഡിസൈനറാണ്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹത്തിനോടുള്ള ഈ സിനിമയിലെ ഓരോ ഇൻവെസ്റ്റേഴ്സിനുള്ള വിശ്വാസം അത് കണ്ടിട്ട് എനിക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ഓരോ പ്രൊഡ്യൂസേഴ്സും ചോദിക്കുന്നതിന്റെ ഡീറ്റെയിലിംഗ് ഈവൻ ഞാൻ ചോദിച്ചാൽ പോലും എനിക്കും അത് കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര അതിശയമായിരുന്നു. അതിനുശേഷം എനിക്ക് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് മെൽബിൻ കുരിശിങ്കൽ എന്ന് പറഞ്ഞ എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് പറയാം. ശരിക്കും പറഞ്ഞ ഞങ്ങള് ക്ലാപ്പ് അടിച്ച് നടക്കുന്ന സമയത്ത് അവൻ ക്യാമറ പൊക്കിക്കൊണ്ട് നടന്ന ഒരു പയ്യനാണ്. അപ്പം അവൻ പ്രോജക്റ്റ് കൊണ്ടുവന്നു. അതിനുശേഷം രാഹുൽ കല്യാൺ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട റൈറ്റർ, അവൻ എത്ര സിനിമകൾക്ക് ഗോസ്റ്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് നിറയും
നിറഞ്ഞാലും അവൻ കണ്ണറിയത്തില്ല. എന്നിട്ട് അവൻ ആദ്യമായിട്ട് പറഞ്ഞു, ഉപനിക ഈ സിനിമയിൽ രാഹുൽ കല്യാൺ എന്ന് എഴുതി കാണിക്കുമ്പോ ഒരുപാട് സന്തോഷത്തിലുപരി ഇപ്പൊ ഞാൻ വിഷമിക്കണോ അതോ സന്തോഷിക്കണോ എന്ന് അവൻ ചോദിക്കുന്നത്. അവന്റെ ഉള്ളിൽ എന്തുമാത്രം നീറുന്നുണ്ടെന്ന് പല സിനിമകളിലും ഞാനും ഗോസ്റ്റ് റൈറ്ററായിട്ട് പോയിട്ട് എഴുതാനിരിക്കുമ്പോ, നമുക്ക് പേര് കിട്ടാതിരിക്കുമ്പോ ചില കാര്യങ്ങൾ ചെയ്തിട്ട് അറിയാലോ, ഇപ്പം ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറുന്നതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സിറ്റുവേഷനലി ചില ആർട്ടിസ്റ്റുകൾക്ക് പെട്ടെന്ന് ചാൻസ് പോകുന്നു. ചില റൈറ്റേഴ്സിന് എല്ലാം എഴുതി കഴിയുമ്പോൾ അവരുടെ പേര് മാറിപ്പോകുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിനിമയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പം അനുകുട്ടൻ ആദ്യം തന്നെ പറഞ്ഞു എഗ്രിമെന്റ് വിത്ത് പ്രൊഡക്ഷൻ കമ്പനി. ആ എഗ്രിമെന്റിലൂടെ തന്നെ ഈ സിനിമ ആദ്യമായി രാഹുൽ കല്യാണിന്റെ ഈ പേര് അവൻ എന്നെ വിളിച്ചു പറഞ്ഞതെന്ന് വെച്ചാൽ ഡയറക്ടർ പ്രൊഡ്യൂസർ രാഹുൽ കല്യാൺ അവിടെയായിരുന്നു ആദ്യം പോയത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പലരുടെയും പേര് വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, പലരെയും ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ സൈഡിൽ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു ഇച്ചിരി വലുതാക്കി വെക്കാൻ പറ്റുമോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ പടത്തിലും ബേബി ഇടത്തോടെ പേര് ഡയറക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ എന്ന് പറഞ്ഞ് ബേബി ചായന്റെ പേര് ഞാൻ വെച്ചു. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. എഴുത്തുകാരെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരേണ്ടത് ആദ്യം. ഏത് പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും നല്ലൊരു എഴുത്തുകാരനെ കൊണ്ടുവന്ന നല്ല സിനിമകൾ ഉണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഫീൽ ഗുഡാണ് ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങളൊരു കോമഡി ത്രില്ലർ ആണ് കൊണ്ടുവരുന്നത്. ബിബിയൊക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവർ ആകുന്നുണ്ടോ? ഉണ്ടല്ലേ, സോറിടാ. അല്ല ബിബിയാണ് എനിക്ക് ഇത് ചെയ്യുന്നത്. താങ്ക് യു. ഞാൻ ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്ക് ബിബി എന്നെ മാറ്റി നിർത്തി പറഞ്ഞായിരുന്നു, ബിബിനി ചേട്ടാ സംസാരിക്കാൻ നീ വേറെ വഴിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എനിക്കെന്താ കുറെ സംസാരിക്കാനുണ്ട്. എനിക്കെന്താ ഇവരെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാണ്. വിനയൻ സാറ് വേദിയിൽ ആദ്യത്തെ
നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹീതമായ സാന്നിധ്യത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ കഴിഞ്ഞ ചിത്രമായ 19ാം നൂറ്റാണ്ടിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന എൻ്റെ നാട്ടുകാരനായ എനിക്കേറെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ഉബൈനി. ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ചെറുതായിട്ട് ചെവിക്ക് പിടിക്കുമായിരുന്നു. ഈ സിനിമ കയറിയിട്ട് സിനിമ തലയ്ക്ക് പിടിച്ചിട്ട് വട്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ മനുഷ്യൻ. അത് ഇന്ന് ഈ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി അത് കറക്റ്റാണ്. കാരണം ഈ 19ാം നൂറ്റാണ്ടിൽ അറിയാം, ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റ് 10, 500, 600 ആർട്ടിസ്റ്റ്, 10, 50 കുതിര ആർട്ടിസ്റ്റുകളെല്ലാം ഇതൊക്കെ പുറത്തിരുത്തി കറക്റ്റായിട്ട് ഒക്കെ റെഡിയാകുമ്പോഴാണ് ഞാൻ ഷോർട്ട് ആക്ഷൻ പറയുന്നത് തൊട്ട് മുമ്പ് ഒരാൾ കൈ പൊക്കിക്കൊണ്ടിരുന്നു. സാർ ആക്ഷൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ സാർ 9ാമത്തെ റോയിൽ നിൽക്കുന്ന പെങ്കൊച്ചിൻ്റെ സാർ കണ്ടില്ല, അതിൻ്റെ ഷോൾഡറിൽ എന്തോ ഇരിപ്പുണ്ട്, ആ രീതിയിലുള്ള അല്ലെ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. ഞാൻ പറയാം കാണത്തില്ല, അല്ല അത് സാർ അത് പ്രശ്നമാണ് സാർ. ഞാൻ പറയാം, അപ്പം ഞാൻ മൈക്കിൽ കൂടി വിളിച്ച് പറയും, ആ 8ാമത്തെ റോയിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ തോളത്ത് എന്തോ ഉണ്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് ആക്ഷൻ പറയും. എന്നാലേ പുള്ളിക്ക് സംതൃപ്തിയാകത്തുള്ളൂ. ആ ഒരു സംഭവം ഇന്നത്തെ പ്രസംഗത്തിലും കണ്ടെനിക്ക്. അങ്ങനെ നിങ്ങളൊക്കെ ഈ ഉബൈനിക്ക് നൽകിയ, ഇന്ന് ഇവിടെ നൽകിയ ഈ സന്തോഷമുണ്ടല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് കൊടുത്ത ഈ ഒരു അനുഗ്രഹം, അയാളുടെ പുതിയ പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ നന്മകളും നേരുന്നു. പുതിയ ഒത്തിരി ആൾക്കാർ വരട്ടെ. ഉബൈനി ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, സിനിമ ഫയറായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് എത്ര കഷ്ടപ്പെട്ടാലും ഒരു ദിവസം ആ ഫയർ ഒരു തിരിനാളമായിട്ട് കത്തും. അതിൻ്റെ ഒത്തിരി അനുഭവമുള്ള ആളാണ് ഞാൻ. ഉബൈനിയെ പോലുള്ള ചെറുപ്പക്കാർക്ക് വീണ്ടും ആശംസകൾ നേരുന്നു. ഈ നിൽക്കുന്ന ഈ ക്യാമറയുമായിട്ടൊക്കെ ഓൺലൈനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുടെ ഒക്കെ മനസ്സിൽ ഒരു ഫിലിം മേക്കറോ ആക്ടറോ ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു നിങ്ങളുടെ ഉദ്ദേശം സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടൈറ്റിൽ ലോഞ്ച് നിർവഹിക്കാം. ഉബൈനിക്ക് ശുക്രൻ അടിക്കട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Thank you so much, sir.